തൂത്തുവാരുന്നതിന് സമയമില്ലാത്ത ഒരാൾ, തൂത്തുവാരാൻ മറ്റൊരാളെ ഉപയോഗിച്ച് കൂലി കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരാൾ, തൂത്തുവാരാൻ ഒട്ടേറെ ഏരിയ ഉള്ള ഒരു വീട് വെച്ചാൽ അയാൾ 24 മണിക്കൂറും അശാന്തമാകും. വീട് നശിക്കുന്നു. അന്യന് വീട് വെക്കാനുള്ള വസ്തുക്കൾക്ക് വിലയെ കൂട്ടുന്നു. ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊള്ളുക. നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഓരോന്നും നോക്കിക്കൊള്ളുക. രോഗങ്ങൾ കൊണ്ട് വലയുന്നതും തൃപ്തിപ്പെടുത്താനാവാത്തതും ആയ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നിലയുള്ള പുരുഷൻ, സുന്ദരിയും സുശീലയുമായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവളിൽ അതൃപ്തിയെ ജനിപ്പിക്കുകയും അന്യർ നോക്കിയാൽ അതൃപ്തനാകുകയും ചെയ്ത് ജീവിക്കുന്നത് പോലെ. ഉദാഹരണം കടുത്തതായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ, എനിക്കെന്തു പ്രാപ്യമാണ്, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ. പ്രാപ്യമായതിൽ തൃപ്തമാകുമ്പോൾ വസ്തുവും ഉപയോഗിക്കുന്നവനും തൃപ്തനാകുന്ന ഒരു സാമ്പത്തിക ദർശനമുണ്ട്. അവിടെ തൃഷ്ണയ്ക്ക് കളിയാടാനാവില്ല. അപ്രാപ്യ വസ്തുക്കളിൽ മോഹമുണ്ടാകുന്നതാണ് തൃഷ്ണയുടെ ഉറവിടം. ആഭരണം വയ്ക്കാനുള്ള പെട്ടിയുണ്ട്, ആഭരണ ആവശ്യത്തിന് ഇട്ടുകൊണ്ട് നടക്കാനുള്ള സൗന്ദര്യമുണ്ട്. ആഭരണം ഇട്ടുകൊണ്ട് നടന്നാൽ അപകടം വരാതെ രക്ഷിക്കാൻ വേണ്ടപ്പെട്ട ആളുകൾ സുരക്ഷാഭടന്മാരായുണ്ട്. ആഭരണം കൊണ്ടുവന്ന് പെട്ടി വയ്ക്കുമ്പോൾ അത് സുരക്ഷിതമായിരിക്കാവുന്ന അടച്ചുറപ്പുള്ള വീടുണ്ട്. ഇവിടെ അസ്വസ്ഥതയ്ക്ക് സാധ്യതയില്ല. ഒരാഭരണം ഇട്ടുകൊണ്ട് നടക്കുവാനുള്ള സുരക്ഷിതത്വമില്ല. അതിട്ടാൽ ഭംഗിയാവില്ല. അത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള സ്ഥലമില്ല. എന്നിട്ട് അതിനുവേണ്ടി മോഹമുണ്ടാവുകയും അതിനായി കളവും ചതിയും ഒക്കെ കാണിക്കുവാൻ ഇറങ്ങുകയും ആഭരണം തന്നെ ഇവളോട് തൃപ്തമാകാതിരിക്കുകയും അത് തന്നെ മറ്റൊരാളുടെ കഴുത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ മോഷ്ടിക്കാൻ വരുന്നവന്റെ പീഡനം, മുറിവ്, ഇതൊക്കെ അധികാരികൾ രക്ഷിച്ചു കൊള്ളണം എന്ന് വീണ്ടും മോഹിക്കുക. വെറുതെ മോഹിക്കുവാൻ മോഹമുള്ള കാലമാണ് ഇത്. എന്തിനാ നീ മോഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും ഉത്തരം പറയുക, വെറുതെ മോഹിക്കുവാൻ മോഹം. അപ്പോൾ ഒരുവൻ അവനോട് നീതി പുലർത്തുന്നുവെങ്കിൽ പ്രാപ്യ അപ്രാപ്യ വസ്തുക്കളെക്കുറിച്ചൊരു അറിവ് വേണം. പ്രാപ്യമായത് പ്രാപിക്കുമ്പോൾ സുഖവും സംതൃപ്തിയും ലഭിക്കും. അപ്രാപ്യമായത് മോഹിക്കുമ്പോൾ അസുഖവും ദുഃഖവും സംഘർഷവും ഉണ്ടാവും, തനിക്കും ചുറ്റുപാടുകൾക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിദ്ധാന്തം. ഇത് മനസ്സിലാവുമോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. തനിക്ക് അപ്രാപ്യമായത് പിടിക്കാനുള്ള ഒരു മോഹം മാനവ ചരിത്രത്തിൽ വളരെ വലുതാണ്. ഇനി ഒരു നിമിഷം ഇരുന്ന് നിങ്ങൾ ദുഃഖിച്ചിട്ടുള്ള കാലങ്ങളും ദുഃഖിച്ചിട്ടുള്ള കാര്യങ്ങളും ദുഃഖിച്ചിട്ടുള്ളത് ഏത് വസ്തുക്കൾക്ക് വേണ്ടിയാണോ അവയും എടുത്തിട്ട് അവയിൽ ഏതെങ്കിലും പ്രാപ്യ വസ്തുവിനെ കുറിച്ചായിരുന്നുവോ എന്ന് ആദ്യം ആലോചിക്കുക. പ്രാപ്യ വസ്തു സംതൃപ്തമായി ഓടി അടുക്കലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ വസ്തുവിലുള്ള ഗുണവും അത് അനുഭവിക്കാനുള്ളവന്റെ ഗുണവും തമ്മിലുള്ളൊരു ചേർച്ചയിൽ ആ വസ്തു ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. അതിന് ക്ലേശ ആവശ്യമില്ല. അപ്രാപ്യ വസ്തുക്കളെല്ലാം മാനവൻ ക്ലേശിച്ചാണ് നേടുന്നത്. ക്ലേശത്തിന്റെ വടുവാണ്
അവൻ്റെ ശരീരത്തെയും അവൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആക്രമിക്കുന്നത്. ക്ലേശിച്ച് നേടിയതിനെക്കുറിച്ചുള്ള സ്മരണയാണ് കേമം. ക്ലേശിച്ച് നേടിയെന്ന് പറയുന്നവയൊന്നും ഉപയുക്തമാകാതിരിക്കുമ്പോഴും അപ്രാപ്യമായ അവയെ കീഴടക്കി എന്നുള്ള ഒരു ജേതാവിൻ്റെ കുൽസിത മാത്സര്യവും കുൽസിതാനന്ദവുമാണ് വ്യക്തി ചുമക്കുന്നത്. ഞാൻ ഒരുപാട് ക്ലേശിച്ചാണ് ഈ വീടുണ്ടാക്കിയത്, ഞാൻ ഒരുപാട് ക്ലേശിച്ചാണ് ഈ സ്ഥാനം നേടിയെടുത്തത്, ഈ ഉദ്യോഗം നേടിയെടുത്തത്. ഞാൻ എന്തുമാത്രമാണ് ക്ലേശിച്ചത് സന്യസിക്കാനെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. ഞാൻ ക്ലേശിച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ എത്ര ക്ലേശിച്ചിട്ടാണ് ഈ കുട്ടി ഉണ്ടായത്, ഇങ്ങനെയൊക്കെ പറയുന്നത് സമൂഹത്തിലൊരു വലിപ്പമായി തീർന്നിട്ടുണ്ട്. ഇയാളുടെ ക്ലേശത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ പൊങ്ങിക്കൊടുക്കാറ് സത്യത്തിൽ ഒരു മൂഢനെ അവതരിപ്പിക്കുകയാണ്. ഈശ്വരാധീനം കൊണ്ട് ഗുണങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഒന്നും നേടി ആനന്ദിക്കാത്ത ഒരു മനുഷ്യനെ മാതൃകയാക്കാൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്ലേശിക്കരുത് എന്നാണ്. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അതൊരു ക്ലേശവുമില്ലാതെയാണ് കയ്യിൽ വരുന്നതെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം.